ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത 3-ാമത്തെ അധ്യായം കർമ്മയോഗമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 41 വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. 42-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ഇന്ദ്രിയാണി പരാണ്യാഹുഃ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ യോ ബുദ്ധേ പരതസ്തു സഹ. അർത്ഥം നോക്കാം. ഇന്ദ്രിയാണി പരാണി ആഹുഹു, ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാണെന്ന് പറയുന്നു. ആര് പറയുന്നു? അഭിജ്ഞാഹ, പണ്ഡിതന്മാർ പറയുന്നു. ഇന്ദ്രിയേഭ്യഃ പരം മനഃ, ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്. മനസ്സഃ തു ബുദ്ധിഃ പരാഹ, മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്നുള്ളത്. യഹ ബുദ്ധേഹ പരതഃ സഹ, യാതൊന്നാണോ ബുദ്ധിയേക്കാൾ ഉത്കൃഷ്ടമായത് അതാണ് അവൻ. ആര്? ആത്മാ. ദേഹം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളെയും അനുഭവിക്കുന്നതിന് കാരണമായതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ഇന്ദ്രിയങ്ങളിൽ ഇല്ലെങ്കിൽ നമുക്ക് വിഷയസുഖങ്ങളില്ലല്ലോ. പ്രപഞ്ചം ഒരു അനുഭവമാണ്. നമുക്ക് അനുഭവിച്ചില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അപ്പോൾ ഈ അനുഭവത്തിന് അടിസ്ഥാനമായിട്ട് വർത്തിക്കുന്ന കാരണത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നതാണ് സത്യാന്വേഷണം എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യകാരണ ശൃംഖലയെ നാം പിന്തുടരണം. ഇതിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് അനുഭവിക്കുന്ന ആളിൻ്റെ ശരീരമുൾപ്പെടെ ഉള്ള ബാഹ്യ വിഷയങ്ങളാണ്. ഈ ബാഹ്യ വിഷയങ്ങളെ അനുഭവിക്കുന്നതിന് കാരണം എന്താണ്? നാം അത് ചിന്തിക്കണം. ഇന്ദ്രിയങ്ങളാണ് അതിന് കാരണം. ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ നമുക്ക് ബാഹ്യ വിഷയങ്ങളൊന്നും തന്നെ അനുഭവപ്പെടില്ല. അപ്പോൾ വിഷയങ്ങൾ ശ്രേഷ്ഠമാണെന്ന് നാം വിചാരിക്കും. എന്നാൽ ആ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠം ഇന്ദ്രിയങ്ങളാണ്. ഇനി ഇന്ദ്രിയങ്ങൾ ആ അനുഭവത്തിന് കാരണമായിരിക്കുന്നത് കൊണ്ട് വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠവുമാണ്. ഈ മനസ്സ് ഇന്ദ്രിയത്തിൻ്റെ അനുഭവത്തിന് കാരണമായി ഭവിക്കുന്നു. മനസ്സില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടാകുമോ? ഒന്നുമില്ല. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളിലും വ്യാപിച്ചു നിന്നുകൊണ്ട് എല്ലാ ഇന്ദ്രിയ അനുഭവങ്ങൾക്കും കാരണമായിരിക്കുന്നത് മനസ്സായതുകൊണ്ട് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ് എന്ന് പറയുന്നു. ഇനി മനസ്സിൻ്റെ അനുഭവത്തിന് കാരണം എന്താണ്? അത് ബുദ്ധി തന്നെയാണ്. സങ്കല്പം, വികല്പം, ഇത് രണ്ടുമാണ് മനസ്സ്. ഈ സങ്കല്പ വികല്പങ്ങളെ ഏകീഭവിച്ച് നിശ്ചയത്തിലെത്തിക്കുന്ന ആ അന്ധകരണത്തിൻ്റെ സ്ഥിതിയാണ് നാം ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധിയില്ലെങ്കിൽ മനസ്സില്ല അല്ലേ? ബുദ്ധിയിൽ നിന്ന് സങ്കല്പ വികല്പാത്മകമായിട്ട് പെരുകുന്ന ഒരു എന്താണ് അതുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. അതിനെയാണ് മനസ്സ് എന്ന് പറയുന്നത്. മനസ്സിൻ്റെ അനുഭവത്തിന് ബുദ്ധിയാണ് കാരണം. അതുകൊണ്ട് ബുദ്ധി മനസ്സിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു. ഇനി ബുദ്ധിയുടെ കാരണം എന്താണ്? ഏതൊന്നാണോ ബുദ്ധിക്കും ശ്രേഷ്ഠമായി നിൽക്കുന്നത് അതാണ് അവൻ എന്നല്ലേ പറഞ്ഞത്? അത് ബോധമാണ്. ബോധമില്ലെങ്കിലോ ബുദ്ധിയുണ്ടോ? ബുദ്ധിയിൽ വ്യാപിച്ചു നിൽക്കുന്നു. ബുദ്ധിക്ക് കാരണമായി വർത്തിക്കുന്നത് ബോധമാണ്. അതുകൊണ്ട് ബോധം എന്ന് പറയുന്നത് ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ്. ബോധത്തിലെത്തിച്ചേർന്നാൽ, ആ അനുഭവത്തിലെത്തിച്ചേർന്നാൽ ഈ അന്വേഷണം നിൽക്കുകയാണ്, നിലച്ചു പോവുകയാണ്. മറ്റൊന്നും കാണില്ല. അപ്പോൾ സർവം നമുക്ക് ആ ബോധത്തിൽ നമുക്ക് വന്ന് അനുഭവിക്കുവാൻ സാധിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും പരമകാരണമെന്ന് പറയുന്നത് ബോധമാണ്. അതുകൊണ്ടാണ്
ഭഗവാൻ പറഞ്ഞത്, ആരാണോ ബുദ്ധിക്കും പരമായി വർത്തിക്കുന്നത് അവനാണ് ആത്മാവ്. ശരിയല്ലേ? അങ്ങനെ നാം മനസ്സിൽ ഉറപ്പിച്ച് ചിന്തിക്കണം. അപ്പോൾ ഏതൊരു കാര്യത്തിനും നമുക്ക് ഒരു കാരണം എന്ന് പറയുന്നതുണ്ട്. ആ കാര്യം സ്ഥൂലവും കാരണമെന്ന് പറയുന്നത് സൂക്ഷ്മവുമായിരിക്കുന്നു. വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ആത്മാവാണ് ആദി കാരണം. അത് സൂക്ഷ്മമാണ്. എല്ലാറ്റിനും നമുക്ക് ശക്തി തരുന്ന കാരണസ്വരൂപനായ ആത്മാവിന് കാരണം മറ്റൊന്നുമില്ല. അത് കാരണമില്ലാത്ത ആളാണ്. അത് ഉണ്ടായതല്ല, അതുമാത്രമേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയും. അതുമാത്രമേ ഉള്ളൂ, അത് ഉണ്ടായതല്ല. ഇനി ഇത്രയും ചിന്തിച്ചാൽ ഈ ജ്ഞാനം അനുഭവത്തിൽ ഇത് പഠിച്ചു, ഇത് വിജ്ഞാനമായി തീരാൻ എന്താണ് മാർഗം? അതിന് കാമത്തെ നിഗ്രഹിക്കുക, അതാണ് മാർഗം. എന്താണ് അതിനുള്ള ഉപായം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ഇന്ദ്രിയാണി പരാണ്യാഹുഃ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ യോ ബുദ്ധേ പരതസ്തു സഹ. ഇനി 43-ാമത്തെ ശ്ലോകം വായിക്കാം. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. അപ്പോൾ മഹാബാഹോ, ഹേ മഹാബാഹോ, അല്ലയോ അർജുന, ഏവം ഇപ്രകാരം ബുദ്ധേഹേ പരം ബുദ്ധ്വാ, ബുദ്ധിക്കും അപ്പുറത്തുള്ള പരമകാരണത്തെ ധരിച്ച് ആത്മാനം സംസ്തഭ്യ, ബുദ്ധി കൊണ്ട് ഇന്ദ്രിയ മനസ്സുകളെ പിൻവലിച്ച് ആത്മാവിൽ ഏകാഗ്രമാക്കി ദുരാസദം കാമരൂപം ശത്രും, ജയിക്കുവാൻ പ്രയാസമുള്ളവനായ കാമരൂപിയായ ശത്രുവിനെ ജഹി നിഗ്രഹിക്കുക എന്നാണ് ഇവിടെ ഉപദേശം തരുന്നത്. അല്ലയോ അർജുന, ഇപ്രകാരം കാര്യകാരണങ്ങളെ നന്നായി വിചാരം ചെയ്ത് ബുദ്ധിക്ക് അപ്പുറമുള്ള പരമകാരണത്തെ ധരിച്ച് ബുദ്ധി കൊണ്ട് ഇന്ദ്രിയ മനസ്സുകളെ പിൻവലിച്ച് ആത്മാവിൽ ഏകാഗ്രമാക്കി കീഴ്പ്പെടുത്താൻ പ്രയാസമുള്ളവനായ കാമരൂപിയായ ശത്രുവിനെ നിഗ്രഹിക്കുക. ആചാര്യന്മാർ പറയും, ഇതിൽ ആദ്യത്തെ ആത്മ ശബ്ദത്തിന് ഇന്ദ്രിയ മനസ്സുകൾ എന്നാണ് അർത്ഥം. രണ്ടാമത്തെ ആത്മശബ്ദത്തിന്, ആത്മ എന്ന ശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. അതിന് ബുദ്ധി എന്നർത്ഥം. ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന അന്ധക്കരണം ബുദ്ധി. അത് നാം ഈ പറയുന്ന കാര്യകാരണത്തെ വിചാരം ചെയ്ത് ആത്മാവാണ് സത്യമെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി പ്രസന്നമാകും. തുടർന്ന് അത് വിഷയങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ഈ സത്യം ഗ്രഹിപ്പിച്ച് വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് അന്തർമുഖമാക്കും. അപ്പോൾ ഇന്ദ്രിയങ്ങൾ അന്തർമുഖമായാൽ മനസ്സിൻ്റെ ചലനങ്ങൾ ഒതുങ്ങും, അതും ഉപശമത്തെ പ്രാപിക്കും. തുടർന്ന് ബുദ്ധിക്ക് എന്ത് സാധിക്കും? ബുദ്ധി നിശ്ചലനായി ആനന്ദസ്വരൂപനായ ആത്മാവിൽ ഏകാഗ്രപ്പെടും. ഇതിന് ഈ കാര്യകാരണ ശൃംഖലയെ മനസ്സിലാക്കുക തന്നെയാണ് വേണ്ടത്. ഈ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ കാമരൂപിയായ ശത്രുവിനെ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദുരാസദം എന്ന് പറയുന്നത്. കാമം ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ശ്രമിക്കുമ്പോൾ അത് മനസ്സിലോ ബുദ്ധിയിലോ പോകും. അപ്പോൾ മനസ്സിനെയും ബുദ്ധിയെയും പ്രത്യേകം ജയിക്കണം. അപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ദുരാസദമായിരിക്കുന്ന കാമത്തെ ജയിക്കുക. അത് ഈ തത്വവിചാരം ചെയ്ത് ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും തത്വത്തെ പറഞ്ഞു കൊടുത്ത്
അതിനെ ബോധ്യപ്പെടുത്തി അതിനെ ആത്മാവിലേക്ക് തിരിക്കുക. അപ്പോഴാണ് കാമത്തെ ജയിക്കുവാൻ സാധിക്കുന്നത്. ഈ കാമം വിഷയാശ കീഴ്പ്പെടുന്തോറും ആത്മാനന്ദം തെളിയും എന്നാണ് ഇവിടെ ഭഗവാൻ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി വായിച്ചാലോ? ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. അങ്ങനെ നാം 3-ാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കുകയില്ല. നമുക്കിത് എത്രത്തോളം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കണം. അത്രയും തത്വമാണല്ലേ. അപ്പോൾ എങ്കിലും നമുക്കൊന്ന് തൊട്ടു നിൽക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. നമുക്ക് സമർപ്പിക്കാം. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ തൃതീയോധ്യായഃ. ഭക്തജനങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ.